ഇപ്പൊ അനാചാര മധുവെ അല്ലെങ്കിൽ ഗാഞ്ച ഇതുപോലെ ഉണ്ടെങ്കിൽ മസീദിയെ ഖത്തീബറನ್ನು ಕಳಿಸಲಾಗುವುದಿಲ್ಲ. കമ്മിറ്റിക്കാർ രായത്തങ്ങ പോയിട്ട് മൂക്കോള തിണ്ടിട്ട് പള്ളിയിൽ വന്നിട്ട് ഉസ്താദ് ഫുഡ് എന്തില്ലെങ്കിൽ ഫുഡൊന്നും വെക്കറ ഫുഡ് ഉസ്താദ് ടിക്ക ಬೇರೆ അത് ಬೇರೆ ഇത് ಬೇರೆ ആരെ റൂൾസ് ഉസ്താദിന് നിയമ ഉസ്താദിനെ കടത്തില്ല ഉസ്താദിനെ കടത്തില്ല അങ്ങന്റെ നാട്ടുകാർ രായത്തങ്ങ ഉസ്താദിന്റെ അബ്ബണ് ഇതെല്ലാം തിന്നിട്ട് കേട്ടിട്ട് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് തേങ്ങി കിട്ടുന്നത് ഉസ്താദിനെ കടത്തില്ല എന്നല്ല ജമാഅത്ത് ബഹിഷ്കരിക്കാൻ കഴിയുക പോണ്ട ആര് പോണ്ട ജമാഅത്തുകാർ പോകുന്നില്ല അതാണ് ബഹിഷ്കാരം ഉസ്താദ് കിട്ടില്ലെങ്കിൽ ഇന്ന് 2000 യാറെ കൊടുത്തെങ്കിൽ തങ്ങ ഹാല് ആര് വേണം കിട്ടുന്ന ഹാലാണ് അല്ലേ ഇന്ന് ആര് കിട്ടാതെ ആരെ മംഗല ബാക്കിയാവുന്നില്ല പിന്നെ ഈ ജമാഅത്ത് ബഹിഷ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പൊ ഒരു ഗാഞ്ചത്ത് അവ ഉണ്ട് ഗാഞ്ച സേവനാക്കര പോലത്തെ ഒരു അവ ഉണ്ട് അങ്ങനെ ജമാഅത്ത് ബഹിഷ്കരിച്ചെങ്കിൽ അങ്ങവും അങ്ങനെ ഫാമിലിയും ഗാഞ്ചത്തിൽ പിന്നെ യാറാന്നല്ലാതെ കൊറോടിയാവല ഒരനാചാര മധു മംഗലാക്കിയെങ്കിൽ ഓരോ ജമാഅത്ത് ഭർത്ത് വെച്ചെങ്കിൽ ഒരു ശരിയാന്നില്ല ഒരു വേറെയോടെങ്കിലും ജമാഅത്ത് ഇന്നിപ്പോ അതൊന്നും വലിയ വിഷയമല്ല പക്ഷെ ഭർത്ത് വെച്ചെന്ന് കണ്ട മാണവ ഹക്കു കേസ് മണ്ണ് വസ്കീന്റെ ബാക്കുന്ന പോലെ കമ്മിറ്റിക്കാർക്ക് പണി അതിനെക്കാട്ടി നല്ലത് അവരെ വിളിച്ചിട്ട് നസീഹത്താക്കുന്ന എന്തെല്ലാം ഭയമുണ്ട് അൽഹംദുലില്ലാഹ് ഇതൊരു ഈ ക്ലാസ് കൊണ്ട് വയല് കൊണ്ടൊന്നും ചിലപ്പോ ഈ വയല് കൊണ്ടല്ല ശരിയാണെങ്കിൽ കേരളക്കാർ ശരിയാവണ്ടി അല്ലേ എന്തു വാളു എന്നിട്ട് കേരളത്തെ പെണ്ണുമക്ക മീഡിയന്റെ എതിരിൽ വന്നിട്ട് ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇസ്ലാമിൽ ചേഞ്ചസ് വന്നിട്ടില്ല ചേഞ്ച് ആക്കാൻ പെർമിഷൻ തരുന്നില്ല അവിടുത്തെ ഘട്ടത്ത് നമ്മ ദീനില്ല എന്ന് വിചാരിച്ച പോലത്തെ മനുഷ്യന്മാരാരെങ്കിലും മുണ്ടിന ഘട്ടത്ത് ഏതെങ്കിലും ഒരാൾ മീഡിയന്റെ എതിർ വന്നിട്ട് ഇസ്ലാം അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് ചെന്ന ഇല്ല ഘട്ടത്ത് എക്സ് മുസ്ലിം ഉണ്ടാ ഇല്ല ഈ സകലമാനുള്ളത് കേരളത്തിൽ എന്ന് വാല് പറഞ്ഞിട്ട വാലായ വാലെല്ലാം ഉള്ള മലയാളത്തിൽ അല്ലെ യൂട്യൂബിലായെങ്കിലും ഉസ്താദുമാരെങ്കിലും എല്ലാം ഉള്ള കേരളത്തിൽ എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ട് ഈ കാസർഗോഡ് നിന്നാണ് നമ്മൾ ഇപ്പറ വരുന്നത് മൈക്കാള ദക്ഷിണ കന്നഡ ജില്ലക്ക് എല്ലാത്തിന്റെയും കേന്ദ്രം കാസർഗോഡ് സൈഡിൽ ആ ഭാഗത്ത് അങ്ങനെ ഒലിച്ചുകൊണ്ട് വരുന്നത് ഇപ്പൊ പിന്നെ കാസർഗോഡ് വീസറോഡ് ഒന്നും വേണ്ട ഈ മൊബൈൽ ഉള്ളിലുണ്ട് എല്ലാം ഓടും ഇതിന്റെ ഉള്ളിലേ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മുടെ സമുദായം പഠിച്ചു വരുന്നു ഏതുമാകട്ടെ എൻഗേജ്മെന്റ് ഈ ഖുത്ബത്തുൻ നിക്കാഹ് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഡേറ്റ് വെക്കുന്നതൊക്കെ മാന്യമായിട്ട് തെറ്റല്ലാത്ത രൂപത്തിൽ വിരോധം ഇല്ല എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ പുതിയ ആപ്പിളെ ഫോട്ടോ എടുക്കാൻ എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ സ്വീറ്റ് ബായ്ക്ക് ഇട്ട് കൊടുക്കാൻ അതും ക്യാമറമാൻ ചൊല്ലണോ ആയിട്ടില്ല ഒന്ന് നിമിഷം ഓൻ ചെല്ലിയ പോലെ ഇതിനെടുക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അല്ലെ കാലെടുക്കണേ ചൊല്ലണം കാല് വെക്കണേക്കോ ചൊല്ലണം എൻഗേജ്മെന്റിന്റെ അന്നും ഇവ ഈ മംഗളത്തിന്റെ അന്ന് മാല എടുത്തല്ല പോയി എൻഗേജ്മെന്റിന്റെ അന്ന് മാല വേറെ കേക്ക് വേറെ ഇത് സ്വീറ്റ് വേറെ ഇത് ഫോട്ടോ എടുക്കല് വേറെ താങ്ങിയിട്ട് വേറെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഉമ്മ മോളും മംഗലാവ് പോലെ പുതിയ അമ്പളയും വീഡിയോയിലായിക്കൊണ്ടുണ്ട് കൈ പിടിച്ചിട്ട് താങ്ങിയിട്ടല്ല അപ്പൊ ഉമ്മ പതി ചെല്ലിയല്ല മംഗലായിനല്ല എൻഗേജ്മെന്റ് ആയി കുറച്ച് പോന്നായില്ല പറഞ്ഞ ആര് പെണ്ണിന്റെ ഉമ്മക്ക് വേണ്ടി ഇതിപ്പോ ഇങ്ങനെ എത്തിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്നാൽ ഈ രൂപത്തില് നമ്മൾ എന്തായി ആ രൂപത്തിലായി പോയി അള്ളാഹു സലാമത്താക്കട്ടെ എൻഗേജ്മെന്റിന്റെ അന്നും ക്യാമറാമാൻ കൂടെയുണ്ട് ഹാജിയാരുടെ പേരിലുണ്ട് ചില ഉസ്താദന്മാരുടെ പേരിലുണ്ട് ചില ഞങ്ങളുടെ പേരിലുണ്ട് ഏതാണെങ്കിലും അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ പറയുന്ന ഉസ്താദിനും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാന്റെ ദീൻ ഒരുപോലെയാണ് പാവപ്പെട്ടവനും പൈസക്കാരനും ഒരുപോലെയാണ് പാപത്തെ എന്നെ പോലത്തെ ഉസ്താദ്മാരെ പറയുന്നത് പാവത്തിന്റെ പേരിൽ എന്തെങ്കിലും ജോർ വാൾ അല്ലേ എന്തു വാൾ അനാചാരം അങ്ങനെ അനാചാരം ഇങ്ങനെ ആചാരം വലിയ ആചാരം അങ്ങനെ ഉത്തായെങ്കിൽ എന്നെ പോലത്തോർ ഞാൻ വേറെ ആരും പറയുന്നില്ല എന്നെ പോലത്തോറില്ലാണെങ്കിൽ ഉസ്കുതമ്മില്ല കിട്ടിയ വേണ്ടത്ര വെച്ച് കീസ കിട്ടിയ മടക്കിയോണ്ട് റായത്ത് നല്ല മംഗല മാത്ര നല്ല മംഗല എന്തേ വോയിസ് ഇല്ല എന്തേ നാളെ മുണ്ടേങ്ങ ആചാറിന്റെ ഇത് വരുന്ന പെർമനന്റ് ഉള്ളത് ഇല്ല അങ്ങനെയല്ല ആചാർക്കും അതേ ദീന് ഉസ്താദിനും അതേ ദീന് തങ്ങൾക്കും അതേ ദീന് എല്ലാവർക്കും ഒരേ ദീനാണ് ഇവിടെ ഹറാമ് നമ്മൾ കലർത്തരുത് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നും നമ്മുടെ മംഗലത്തിലും കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല എൻഗേജ്മെന്റ് ആണ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ പരക്കാറ് പോകുക കഴിവിന്റെ പരമാവധി ലളിതമാക്കുക ഒറ്റയടിക്ക് നിങ്ങൾ ആക്കണ്ടാന്ന് പറഞ്ഞ നിങ്ങൾ ആക്കുന്നില്ല ആക്കണ്ടാന്ന് ഞാൻ തീരുമാനിക്കുന്നല്ല നിങ്ങൾ ഓരോ രക്ഷിതാക്കളും തീരുമാനിക്കണം പറയണം പെണ്ണുണ്ടു മാത്രം ഒന്നു ഔത്തരങ്ങ മാത്രം പറഞ്ഞു അവിടെ പെണ്ണ് തന്നെ ഫസ്റ്റൊക്കെ എന്തില്ല നടക്കുന്നു നിങ്ങളിൽ ഒരാൾ തീരുമാനിക്കണം അല്ല മക്ക ഉസ്താദ് മക്ക എന്ന് പറയണ ഞാൻ മംഗലത്തിനില്ല
ഞാനുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ പറയാൻ കഴിയണം? ചുരുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞ് മംഗലത്തിന് നിക്കാഹ് സുന്നത്താണ്. നിക്കാഹിന് മുന്നെയും പിന്നുമായിട്ട് നമ്മുടെ സമുദായത്തിൽ എന്തൊക്കെയാണ് അതൊക്കെ സേവ് ദി ഡേറ്റ് ഡേറ്റ് ഈനാക്കാൻ സേവ് ദി ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ ആപ്പിളയും പുതിയ പെണ്ണും ഒക്കെ പോയിട്ട് മംഗലത്തിന് വിളിക്കുന്ന വീഡിയോ ഇവിടെ എത്തിയിട്ടില്ല അല്ലേ? സേവ് ദി ഡേറ്റ് ആക്കുക. എങ്ങനെ ആക്കല്? പുതിയ ആപ്പിളയും പുതിയ എണ്ണും പോയി ജ്യൂസ് എല്ലാം കുടിച്ച് ചായ എല്ലാം കുടിച്ച് ഈ കത്തെല്ലാം കൈമാറി എല്ലാരും മംഗലത്തിന് വിളിക്കുന്ന ഡേറ്റ് പറയുന്ന ആരെല്ലാം? നിക്കാഹ് കഴിയാൻ പോണ ആണും പെണ്ണും. മുസീബത്ത്, അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. അത് കഴിഞ്ഞ് ബ്രൈഡ് ടു ബി അല്ലേ? ഏതൊക്കെ രൂപത്തിലാണ് ഇതൊക്കെ പോകുന്നത്? ഫാമിലി സർക്കിളിൽ വേറെ, ഫ്രണ്ട് സർക്കിളിൽ വേറെ, ഇതിങ്ങനെ നീണ്ടുപോകാണ് അല്ലെ? ഗ്രൂം ടു ബി ഇതൊക്കെ ആക്കിയിട്ട് നല്ലവരും പള്ളിയിലുള്ളവർ, കമ്മിറ്റിയിലുള്ളവർ, സംഘടനകളിലുള്ളവർ, അവരുടെ മക്കൾ ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് കൊന്തില്ല. എന്നെ അങ്ങ വിളിച്ചിട്ട് നക്കിത് വിഷയമേ കൊന്തില്ല. ആർക്കും എന്ത് കൊന്തില്ലാത്ത പോലെ കളവും പറഞ്ഞിട്ട് കൊന്തില്ലാത്ത എന്തില്ല, ആർക്കും കൊന്തില്ലാത്ത എല്ലാവരും കൊന്തും. ഈ രൂപത്തിൽ അതങ്ങനെ പോയി. ഹൽദി അല്ലെ, അറബിക് നൈറ്റ്, പഞ്ചാബി നൈറ്റ്, സംഗീത് നൈറ്റ്, എന്ത് അല്ലേ, പർപ്പിൾ ഡേ, പലതൊക്കെ ആയിട്ട് ബ്ലൂ മൂൺ നൈറ്റ് എന്ത് ഇങ്ങനെ ഏതൊക്കെ രാജ്യത്തിൽ അന്യ സംസ്കാരങ്ങൾ, അന്യ മതത്തിന്റെയും പാശ്ചാത്യരുടെ സംസ്കാരം, യഹൂദി നസാറാക്കളുടെ സംസ്കാരം, ആചാര്യരുടെ മോള്, ഉസ്താദിന്റെ മോള്, തങ്ങളുടെ മോള്, പ്രസിഡന്റിന്റെ മോള്, സെക്രട്ടറിന്റെ മോള്, എല്ലാവരുടെയും വീട്ടില് പറയുമ്പോ ഒരു പറയുന്നു മക്കളാസ അല്ല ഉസ്താദ്, മക്കളാസ. ഈ മക്കളാസ റബ്ബനാ ആതിഹിം ലഫൈനി അദാബാ. എന്നെ ഇങ്ങനാക്കിയത് എന്റെ ഉമ്മ, നന്റെ അബ്ബ. അവർക്ക് എനിക്ക് തരുന്ന നരകശിക്ഷന്റെ ഡബിൾ ഇരട്ടിയായ ശിക്ഷ അവർക്ക് കൊടുക്കണേ അല്ലാതെ നാളെ മഹ്ശറയില് മക്കൾ ഉമ്മാക്കെതിരെ, അബ്ബക്കെതിരെ. ഇതെല്ലാം വീട്ടിൽ ഇതിൽ 90% ഉമ്മമാർ ജാഗ്രതാക്കണം. ഇത് മോളെ ഇത്ര കഷ്ടവന്നിട്ട് അബ്ബന്നിന്റെ ബൽത്തിയിട്ട് പഠിപ്പാട്ടിയിട്ട് എല്ലാം ആക്കിയിട്ട് മങ്ങിലാക്കുമ്പോ എന്തൊരു അനാചാര. അതെത്ര പള്ളിയിൽ ഉസ്താദ് വാളാക്കിയെങ്കിൽ ഈ അനാചാര നിൽക്കോ സാധ്യല്ല. ഇതിപ്പോ പറഞ്ഞുകൊണ്ടുള്ള അനാചാര ആക്കുന്നങ്ങളോടല്ല, അവരുടെ രക്ഷിതാക്കളോട് പറയുന്ന എന്ത്, നിങ്ങൾ ഇതിൽ കാസ്പത കൊടുക്കണ്ട, സപ്പോർട്ടാക്കണ്ട. ഇതാ അഥവാ നിങ്ങൾ ആക്കരെങ്കിൽ നിന്റെ പുറത്തില്ല. മംഗലാന ഉമ്മ, പെണ്ണിന്റെ ഉമ്മ, ഉപ്പ മോളോട് ചെന്ന്, മോളു ഇത്ര പിസത്തിൽ നിന്ന് നോക്കിയ ഇതൊരു നിന്റെ ദീന്റെ ഇസ്സത്തിന് ബിസി, നീ ഇങ്ങനെ ആക്രമിട്ട് കണ്ടെങ്കിൽ അബ്ബായ നിന്റെ പുറത്തില്ല. ഉമ്മ നിന്റെ അബ്ബയുടെ പുറത്തില്ലാത്ത ഒരു സ്വറ നക്ക് പുറത്തില്ല. നിക്ക് വേണമെങ്കിൽ 2 പൗണ്ട് ബംഗാറ് യാറതണ്ട്, നിക്ക് ഡയമണ്ട് വേണ തന്റെ, നിക്ക് പിന്നൊന്ന് വേണ, നീ അനിസ്ലാമികമായിട്ടൊന്നുമാക്കണ്ട. ഇങ്ങനെ പറയാനുള്ള മനസ്സ് ഉമ്മാക്കും ഉപ്പാക്കും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.